പെട്രോളിയം മന്ത്രി E20 പെട്രോളിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഡെയിലി E20 പെട്രോൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനികൾ പറയുന്നതല്ലേ നല്ലത്. E20 പെട്രോൾ ഉപയോഗിച്ചാൽ മൈലേജ് കുറയും, എൻജിൻ ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് വരും എന്ന് ഉറപ്പായിട്ടും മെക്കാനിക്കുകൾ പറയുന്നുണ്ട്. എല്ലാ ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവർ മാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾക്കും കൂടിയാണ്. എന്തൊരവസ്ഥയാണല്ലേ, കാശ് കൊടുത്ത് കടിക്കണ പട്ടിനെ മേടിക്കണ പോലത്തെ ഒരു അവസ്ഥയാണിത്. നമ്മുടെ ട്രാവലിംഗ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി വാങ്ങിക്കുന്നതും അതിൽ പെട്രോൾ ഒഴിക്കുന്നതും. പക്ഷെ അത് ഇതുപോലൊരു പണി തന്നാലോ, ആവശ്യപ്പെട്ടൊരു കാര്യത്തിന് പോകുമ്പോൾ വഴി കിടക്കണ ഒരു അവസ്ഥ ഉണ്ടായാലോ, എന്ത് ചെയ്യും? ഇത്രയും കാർബറേറ്റർ കഴിഞ്ഞൊരു 3-4 മാസത്തിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ മാറിയതാണ്. ഇത് കൊക്കക്കോളയൊന്നുമല്ല, ഒരു പമ്പിൽ നിന്ന് അടിച്ച പെട്രോളാണ്. നിലവിലൊരു NS നമ്മളൊരു 2 വീക്ക് മുമ്പേ ഇതുപോലെ ക്ലീൻ ചെയ്താണ്, ടാങ്ക് കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്താണ്. അതിനകത്ത് നിന്ന് വന്ന പെട്രോളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ, കറക്റ്റ് കൊക്കക്കോളയല്ലേ. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് പമ്പിൽ നിന്നൊക്കെ പെട്രോൾ വന്നത്. സംഗതി പുള്ളി ഏതൊരു പമ്പിൽ പോയി അടിച്ചു, അവിടെ നിന്ന് കിട്ടിയ പണിയാണിത്. നിലവിൽ ഇപ്പൊ E20 പെട്രോളിലൊക്കെ കുറെ ഇഷ്യൂസ് നിലവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഇതുപോലെ വരുവാണെങ്കിൽ നേരെ പോയിട്ട് വർക്ക്ഷോപ്പിൽ തല്ലി പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ എല്ലാ പമ്പുകളിലും കുപ്പിയിൽ പെട്രോൾ ആകത്തിന്റെ മെയിൻ കാര്യം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരിക്കാം. സോ നിങ്ങൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പമ്പിൽ തന്നെ മാക്സിമം അടിക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലതായിട്ടുള്ള പമ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു ജിയോ നേരൊക്കെ നല്ലതാണ്. ജിയോ ഇസ് ദ ബെസ്റ്റ്. മാക്സിമം നല്ല പമ്പുകളിൽ നിന്ന് പെട്രോൾ അടിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇതേപോലെ പണിയൊന്നും മേടിച്ച് വെക്കരുത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ.